എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് 3-ാമത്തെ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കപിലോവാച ഏവം ഘൃതമതിർഗർഭേ ദശമാസ്യസ്തുവൻ ഋഷിം സദ്യക്ഷിപത്യവാജീനം പ്രസൂതേ സൂതിമാരുതഃ തേനാവസൃഷ്ടസഹസാം കൃത്വാ വാക്ശിരാതുരഃ വിനിഷ്ക്രാമതികൃച്ഛ്രേണ നിരുച്ഛ്വാസോ ഹതസ്നദിഃ പതിതോ ഭുവ്യസൃങ്മൂത്രേ വിശ്വാഭൂരിവചേഷ്ടതേ യോരോ യദി ഗതേ ജ്ഞാനേ വിപരീതാം ഗതിം ഗതഃ പരച്ഛന്തം ന വിദുഷാം പുഷ്യമാണോ ജനേന സാം അനഭിപ്രേതമാവന്നാം പ്രത്യാഖ്യാതോ മനീശ്വരഃ ശായിതോ ശുചിപര്യങ്കേ ജന്തുസ്വേദജദൂഷിതേ നേശക്കണ്ടൂയനേനാംഗാനാമാസാത്മാതോത്ഥാനചേഷ്ടനേ തുദന്ത്യമത്വജം ദംശോമശകാമദ്ഗുണാദയഃ ദുരന്തം വിഗതജ്ഞാനം കൃമയകൃമികം യദാം ഇത്യേവം ശൈശവം ഭുക്ത്വാം ദുഃഖം പൗഗന്ധമേവ ജാം അലബ്ധാം ബിപ്സിതോ ജ്ഞാന ആദിത്യം മന്യുഷുജാർപ്പിതകാം സഹ ദേഹേന മാനേന വർദ്ധമാനേന മന്യുനാം കരോതി വിഗ്രഹം കാമീം കാമീഷ്വന്തായ ചാത്മനകാം ഭൂതേ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹ്യഭൂതോ സഹൃദ അഹം മമത്യേ സദ്ഗ്രാഹ കരോതി കുമതേന്മതീം തദർത്ഥം കുരുതേ കർമ്മ യദ്ബന്ധോ യാതി സംസൃതിം യോനുയാതിം ദദത്ക്ലേശം അവിദ്യാ കർമ്മബന്ധനകാം യസ്യ സൽഭീം പതി പുനഃശിഷ്ണോദരകൃതോദ്യമൈഃ ആസ്ഥിതോ രമതേ ജന്തോസ്തമോ വിശതി പൂർവവത് സത്യം ശൗചം ദയാ മൗനം ബുദ്ധിം ശ്രീഹേര്യക്ഷമാം ശമോദമോ ഭഗശ്ചേതി യൽസംഗാദ്യാദി സംശയം തേഷു അശാന്തേഷു മൂഢേഷു ഗണ്ഡിതാത്മസ്വധാതുഷു സംഗം ന കുര്യാച്ചോച്ചേഷോ യോഷിത് ക്രീഡാ മൃഗേഷു ജാം ന തദാസ്യ ഭവേന്മോഹോ ബന്ധശ്ചാന്യപ്രസംഗതകാം യോഷിൽ സംഗാദ്യതാ പുംസോം യഥാതൽ സംഗി സംഗതകാം പ്രജാപതി സ്വാം ദുഃഖിതരം ദൃഷ്ട്വാ തദ്രൂപദർശിതഃ രോഹിത് ഭൂതാം സ്വന്വദാവാം ദൃക്ഷരൂപീം ഹതത്രഭകാം തൽസൃഷ്ടസൃഷ്ടസൃഷ്ടേഷോ കോസ്വഖണ്ഡിതധി പുമാൻ ഋഷിം നാരായണ മൃദേ യോഷിൻ മയ്യേകമായയാം ബലം മേ പശ്യ മായായാം സ്ത്രീമയ്യാം ജൈനോ ദിശാം യാ കരോതി പദാക്രാന്താൻ ഭോവൃജൃംഭേണ കേവലം സംഗം ന കുര്യാത് പ്രമദാസു ജാതോം യോഗസ്യ പാരമ്പരമാരുരുക്ഷുകോ മത്സേവയാം പ്രതിലബ്ധാത്മലാഭോ വദന്തിയാം നിരയദ്വാരമസ്യഃ യോപയാദീം ശനിർമായാം യോഷിദ്ദേവ വിനിർമിതാകാം താമീക്ഷേദാത്മനോ മൃത്യും തൃണൈകൂപമിവാവൃതം യാം മന്യതേ പതിം മോഹാൻ മായാർമൃഷഭായതീം ശ്രീത്വം ശ്രീസംഗത പ്രാപ്തോ വിത്താപത്യാഗൃഹപ്രദകം നമാത്മനോ വിജാനീയാത് പത്യപത്യാഗൃഹാത്മകം ദൈവോപസാദിതം മൃത്യും മൃഗയോർഗായനം യഥാം ദേഹേന ജീവഭൂതേന ലോകാലോകമനുവ്രജൻ ഭുജ്ഞാന ഏവ കർമാണീം കരോത്യവിരതം പുമാൻ ജീവോ ഹസ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയഃ തന്നിരോധോസ്യ മരണമാവിർഭാവസ്തു സംഭവഃ ദ്രവ്യോപലബ്ധിസ്ഥാനസ്യാം ദ്രവ്യേഷായോഗ്യതാം യഥാം തത്പഞ്ചത്വമഹം മാനാദുൽപത്തിർദ്രവ്യദർശനം യഥാക്ഷ്ണോർദ്രവ്യാവയവദർശനാം യോഗ്യതാം യഥാം തദൈവ ചക്ഷുഷോ ദ്രഷ്ടോർദ്രഷ്ടൃത്വാ യോഗ്യതാനയോഃ തസ്മാന്ന കാര്യസംത്രാസോം ന കർപ്പണ്യം ന സംഭ്രമഃ ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഃ സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗവൈരാഗ്യയുക്തയാം മായാവിരജിതേ ലോകേ ചരേണ്യസ്യ കളേബരം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലയോപാഖ്യാനെ
ജീവഗതിർനാമൈക ത്രിംശത്തമോധ്യായ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്? ഒരു ഗർഭത്തിലിരിക്കുന്ന ശിശു അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നോക്കൂ. നമ്മൾ വാർദ്ധക്യത്തിൽ മരണത്തിൽ എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതേപോലെ ജനനത്തിലും ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷേ അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഓർമ്മകളിപ്പോൾ നമ്മൾ ഒരു വയസ്സായിരിക്കുന്ന കാര്യങ്ങളൊന്നും, ഒരു വയസ്സിലുള്ളവരെ ഉള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മയില്ല, 2 വയസ്സിലുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നരകമുണ്ടോ കഷ്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ മരിച്ച ശേഷം നരകമാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന നരകങ്ങളാണ്, അതൊക്കെ തന്നെ ഉള്ളതുമാണ്. അപ്പം അതുകൊണ്ട് ഈ കുട്ടി, ഇത് നമ്മൾക്ക് ഇല്ല എന്ന് പറയാനേ പറ്റില്ല. ഈ കുട്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അതിന് ബോധമുണ്ട്. ആ സമയത്താണ് അതിങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് അത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കെ പിന്നെന്താവും, അത് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അതിന് പുറത്തേക്ക് വരേണ്ട ഒരു സമയമാവണു. ആ സമയമാവുമ്പോൾ അതിങ്ങനെ തല കീഴായിട്ടാണ് അത്രേ അത് പുറത്ത് തിരിച്ചിങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓർത്ത് വെച്ച കാര്യങ്ങളൊക്കെ അത് മറന്നു പോവുകയാണ്. അപ്പം അത് ദൈവത്തിന്, അപ്പം അതാണ് നമ്മളുടെ മറവി. അപ്പം നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നു കൊണ്ടുള്ളതൊന്നും ഓർമ്മിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാ കാര്യങ്ങളും മറന്നു. അപ്പം അവിടെ ഗർഭത്തിലിരുന്നു കൊണ്ട് അത് ഭഗവാനെ വിളിച്ചതും അങ്ങനെ ഇനിയും എനിക്ക് ഭഗവാനെ വിളിക്കണം എന്നൊക്കെയുള്ള ചിന്ത വരും. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് അത് പുറത്തേക്ക് വന്നു. പുറത്ത് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ? അല്ലേ, എത്ര വൃത്തിയില്ലാത്ത ഒരു സ്റ്റേജിലാണ് വന്ന് കിടക്കുന്നത് ആ കുട്ടി, അല്ലേ. അങ്ങനെ ആ കുട്ടിയെ അതിൽ നിന്നൊക്കെ അതിൽ നിന്ന് പിന്നെ നമ്മൾ എടുത്ത് അതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം ശരിയാക്കി നമ്മൾ കൊണ്ടുവന്ന് കിടത്തും. അങ്ങനെ കിടത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശിശു ആയിരിക്കുന്ന സമയത്തും കുട്ടിക്ക് വളരെയധികം നരകം തന്നെയാണ്. ഇപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ മലമൂത്രത്തിൽ കിടക്കേണ്ടതായി വരും. അവർക്ക് ചിലപ്പോൾ കൃമികടി ഇങ്ങനെയുള്ളതൊക്കെ വരും. അതുപോലെ ഈ കിടക്ക പുണ്ണൊക്കെ വന്നിട്ട് എത്രയോ പേര് അനുഭവിക്കുന്ന, ബെഡ് സോറൊക്കെ വന്നിട്ട് ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരെ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നരകം തന്നെയല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്കും ബോധമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബോധം വരും. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അനുഭവിക്കേ തരുള്ളൂ. നമുക്കറിയില്ല അവർക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന്. അതേ അവസ്ഥ തന്നെ വീണ്ടും നമ്മൾക്ക് വന്നിരിക്കുക. അപ്പോൾ ജനനത്തിലും മരണത്തിലുമുള്ള നരകങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലേ. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ടുള്ള, അല്ലേ, സ്മരണം, അതിൽ 9 തരത്തിലുള്ള ഭക്തിമാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്മരണം, കീർത്തനം, വന്ദനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മാവിനെ അറിയുന്ന അവസ്ഥയിലെത്തണം. ഇപ്പോൾ നമ്മൾ ഞാനാണെന്നും നമ്മുടെ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ വിചാരത്തിലുമൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് വരാത്തത്? ആ ഭഗവാന്റെ ഓർമ്മയിൽ വരാത്തത്. അതുപോലെ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള വിചാരം നമുക്ക് വരാത്തത്. അങ്ങനെ വരാത്തടത്തോളം കാലം നമുക്ക് ടെൻഷനും താപത്രയം എന്ന് പറയുന്നത്, അല്ലേ, 3 തരത്തിലുള്ള താപം, ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ആ കുട്ടി പുറത്ത് വന്ന ഉടനെ എന്തായിരിക്കും അതിനെന്ന് പറയുന്നത്? ആ ഒരു രീതിയിൽ സഹദേഹേന മാനേന വർദ്ധമാനേന മന്നുന കരാതി വിഗ്രഹം കാമിയും കാമിഷന്തായ ജാത്മന. അപ്പോൾ അതിന് ഒന്നും അപ്പോഴും അതുപോലെ തന്നെ ക്രിമീമ്യത. അതിനെ നമ്മൾ ഒരു കുട്ടിയെ ഇങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അതിനും പലതരത്തിൽ എവിടെയൊക്കെയെങ്കിലുമൊക്കെ അതിന് ചൊറിയും, അല്ലേ. ചൊറിയുമ്പോൾ മാന്താൻ അതിന് പറ്റില്ല. അപ്പോൾ എനിക്ക് ചൊറിയണു എന്നത് പറയാനും പറ്റില്ല. അപ്പോൾ കുട്ടികൾ വെറുതെ കരയും. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, അവർക്ക് കരയാൻ മാത്രമേ അറിയൂ. അപ്പോൾ എന്ത് വന്നാലും അവർ കരയും. നമ്മൾ വിചാരിക്കുമോ അതിന് വിശന്നിട്ടാണെന്ന് വിചാരിച്ച് അതിന് പാല് കൊടുക്കും. അപ്പോൾ അതിന് വിശന്നിട്ടായിരിക്കില്ല അത് കരയുണ്ടാവുക. അതിനെന്തിനു വേണ്ടിയായിരിക്കും? അതിന് ചിലവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടാവാം, അതിനെവിടെയെങ്കിലും ചൊറിയുന്നുണ്ടാവാം. പിന്നെ അതിനെ വല്ല കൊതുകോ ഈച്ചയോ അങ്ങനെയുള്ളതൊക്കെ കടിക്കുന്നുണ്ടാവാം, കൊതുകൊക്കെ കടിക്കുന്നുണ്ടാവാം. അതിന് കൊതുക് അടിച്ചിട്ട് അതിന് വേദനിക്കും, ചൊറിയും. അപ്പോൾ അത് ആരോട് പറയുക? അതിന് പറയാൻ പറ്റില്ല, നമ്മളൊട്ട് കണ്ടിട്ടും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ മാക്സിമം കൊതുകലി എല്ലാം ഇട്ട് നമ്മൾ സംരക്ഷിച്ചാലും കൊതു എന്തായാലും വരും, അല്ലേ, അകത്ത്. അപ്പം അങ്ങനെ ഈ കുട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഗർഭിണികളായ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ആഹാരം കിട്ടുന്നത്? അപ്പം മുലപ്പാലാണ് അതിൻ്റെ ആഹാരം, അല്ലേ. അപ്പം ഈ മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ആ മുലപ്പാലിലൂടെയാണ് എല്ലാ പോഷകങ്ങളും കിട്ടുന്നത്. അപ്പം അമ്മ എന്ത് കഴിക്കുന്നുവോ അതാണ് ഈ കുട്ടിക്ക് കിട്ടുക.
അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അമ്മമാർക്കും ഒക്കെ അറിയായിരുന്നു. ഇപ്പോഴത്തെ അമ്മമാർക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ അവരും ഇതേപോലുള്ള എരിവ് പുളി അങ്ങനെ അടങ്ങിയ എരിവ് പുളി അമ്ല സ്വഭാവമുള്ള അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കൊടുക്കില്ലായിരുന്നു. അവർക്ക് കൊടുക്കാൻ ഒരു പ്രത്യേകം, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ ഒരു പ്രത്യേക ആഹാരം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ശരീരവേദനയൊക്കെ അകറ്റാനായിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇങ്ങനെയുള്ളതൊക്കെ നെയ്യിലൊക്കെ മൂപ്പിച്ചൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് ശരീരവേദന ഇല്ലാണ്ടാവാൻ, അതുപോലെ കുട്ടിക്കും ശരീരവേദന അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്തരം ആഹാരങ്ങളെയൊക്കെ എല്ലാവരും ഇപ്പോൾ പഴഞ്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പം പ്രസവിച്ച ഉടനെ തന്നെ എല്ലാവരും എന്താ കഴിക്കുന്നത്? പുറത്തത്തെ ആഹാരം വരെ എല്ലാ വിധത്തിലുള്ള ആഹാരങ്ങളുമാണ് കഴിക്കുന്നത്. പല സ്ഥലത്തും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, ഇതൊക്കെ തന്നെ കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഇന്നത്തെ കുട്ടികളും അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ ഇത്രയും വർഷം മുമ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗവതം ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു മുമ്പുള്ളവർക്കൊക്കെ അങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ചാണ് അത് വിട്ടുപോയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ തന്നെ, ഇപ്പം നോക്കൂ, കുട്ടികൾക്ക് തന്നെ പ്രഷർ ഷുഗറൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് തന്നെ ഷുഗറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറുപ്പക്കാരായ കുട്ടികൾക്ക്. അപ്പോൾ നോക്കൂ, പണ്ടൊക്കെ അസുഖങ്ങൾ വരുന്നത് വളരെ വയസ്സായി 60-70 വയസ്സായിട്ടായിരിക്കും എന്തെങ്കിലും അസുഖങ്ങൾ വരും. പിന്നെ അത് മരിക്കാൻ അടുത്തു. അപ്പം അതുകൊണ്ട് അസുഖങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ല എന്ന് പറയും. ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ ഷുഗറൊക്കെ ഉണ്ട്, എത്രയോ അങ്ങനെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആഹാര രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ. അപ്പം കുട്ടി കരയുന്നതും അതുകൊണ്ടാവാം. ഈ നമ്മൾ പലതരത്തിലുള്ള മുലയൂട്ടുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ ആ ആഹാരം കൊണ്ട് കുട്ടികൾക്ക് അത് കുട്ടിയുടെ ശരീരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ വയറിൽ ഗ്യാസ് ആവാം, വയറുവേദന വരാം. ഈ എരിവ് പുളി അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ കുട്ടിക്ക് വയറുവേദന വരാം. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. ഇനി നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കും, കുട്ടി നിർത്തില്ലേ കരച്ചിൽ. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ ഇപ്പോൾ ഡോക്ടർക്കും അതൊന്നും നോക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുമൊന്നുമില്ല എന്തുകൊണ്ടാണ് കുട്ടി കരയുന്നത്. ഒരു ഊഹാപോഹത്തിൽ മരുന്ന് കൊടുക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അവർ വല്ല മരുന്നൊക്കെ കൊടുക്കും, കുറച്ച് നേരത്തിന് മാറുമായിരിക്കും, പിന്നെയും. അപ്പോൾ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരുന്ന അതേ കാര്യങ്ങളൊക്കെ ശീലിച്ചിരുന്നെങ്കിൽ, അതുപോലെ മഞ്ഞളൊക്കെ ധാരാളം ഉപയോഗിക്കുമായിരുന്നു. അന്ന് മുലയൂട്ടുകയും പ്രസവിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ മഞ്ഞളൊക്കെ നിറയെ മഞ്ഞൾ വെള്ളത്തിലൊക്കെയാണ് കുളിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബാക്ടീരിയാസിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല, കുട്ടിക്ക് അസുഖങ്ങൾ വരില്ല. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ കുട്ടിക്ക് തൊലിപ്പുറമേ ഇങ്ങനെ ചുവപ്പ് പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പം അമ്മ കഴിക്കുന്ന ആഹാരം ശരിയായില്ലെങ്കിൽ കുട്ടിക്ക് അസുഖം വരും. അപ്പം അമ്മ എങ്ങനെയുള്ള ഒരു ആഹാരം കഴിക്കണം? അധികം എരിവില്ലാത്ത, അധികം പുളിയില്ലാത്ത, അധികം ചൂട്, അതായത് തീഷ്ണ ഉഷ്ണം എന്നൊക്കെ പറയുന്നത്, ചൂടായിട്ടുള്ള ശരീരത്തിന് ചൂട് നൽകുന്ന ഭക്ഷണം കഴിക്കരുത്. നല്ല തണുപ്പ് നൽകുന്ന ആഹാരങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. അപ്പം അങ്ങനെ പല 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 നിബന്ധനകൾ അപ്പം അന്നത്തെ കാലഘട്ടത്തിലുണ്ടായി. അപ്പം അതുകൊണ്ട് കുട്ടിക്ക് കുറേയൊക്കെ സമാധാനം കിട്ടുമായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ആ കുട്ടിയോട് ഇടപഴകുന്നത്, കുട്ടി വളരുമ്പോൾ തന്നെ കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. ചെറുതിലേ കുട്ടിയെ നമ്മൾ വളരെയധികം ആത്മീയമായ രീതിയിൽ അമ്മമാരങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക്, അപ്പോൾ കുട്ടിയുടെ പരിസരത്ത് വെച്ച്, കുട്ടി കിടക്കുന്ന സമയത്തും കുട്ടി ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വഴക്കിടുക, അതുപോലെ സംസാരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. സത്യം, ശൗചം, ദയാമൗനം, ബുദ്ധി, ശ്രീകൃഷ്ണ, ക്ഷമം, ദമോ ശമം, ഭഗവത് ചേതിയ സംഗാതി സംശയം എന്ന് പറയും. അപ്പോൾ ഭഗവത് കാര്യം, അപ്പോൾ ഈ കൃഷ്ണനൊക്കെ ജനിച്ച സമയത്ത് അതിൽ പറയുന്നുണ്ട്, പൂതന ഒക്കെ ഓരോന്നും വരുന്ന സമയത്ത് പൂതനാമോക്ഷത്തിലും എല്ലാം പറയുന്നുണ്ട് കുട്ടിയെ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്ന് അതിൽ പറയുന്നുണ്ട്. കുട്ടിക്ക് കൊടുക്കേണ്ടതായ സംരക്ഷണങ്ങൾ, കുട്ടിയെ കിടത്തിക്കൊണ്ട് നമ്മൾ ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ വായിക്കണം, നാമം ചൊല്ലണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 നേരം, രാവിലെയും വൈകുന്നേരവും ഒക്കെ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. കുട്ടിയെ ഈ സാമ്പ്രാണിയൊക്കെ പുകച്ച് കുട്ടിയെ, അതുപോലെ കുട്ടിക്ക് വിളക്കൊക്കെ കാണിച്ച് കുട്ടിയെ അങ്ങനെ നമ്മൾ ഒരു ആത്മീയമായ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടിക്ക് വേണ്ട പരിചരണങ്ങൾ, അതുപോലെ കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ, ഇതൊക്കെ മുലയൂട്ടുന്നത് തന്നെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്.
അപ്പം അതും കൂടി കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ്. പലരും ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് മുലപ്പാലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം മുലപ്പാലിൽ നിന്നൊക്കെയാണ് കുട്ടിക്ക് വേണ്ട ഒരു ജന്മത്തേക്ക് വേണ്ട വിറ്റാമിൻസ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതൊക്കെ ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ട് വരികയാണ് പറയാം. അപ്പം എന്നാൽ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇനിയും ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും സമയം വൈകിട്ടില്ല, നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ എല്ലാവരും ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുമാതിരി എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ രോഗം വന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല. ചെറുതിലേ രോഗം വരിക, ചെറുതിലേ പല 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 പ്രശ്നങ്ങൾ വരിക, കുട്ടികൾക്ക് വളർച്ചയൊക്കെ ശരിയായി വരാതിരിക്കുക, അങ്ങനെ എന്തൊക്കെയോ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാരണം പ്രധാനമായിട്ട് എന്താണെന്നാണ് പറയുന്നത്, ഈ നമ്മൾ ഗർഭത്തിലിരിക്കുമ്പോഴും കുട്ടിയെ പുറത്ത് വന്നതിന് ശേഷം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഗർഭത്തിലിരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കുട്ടിയെ പുറത്ത് വന്ന ശേഷവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇപ്പോൾ കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയല്ലേ. അതുപോലെ തന്നെ കുട്ടി മലമൂത്രങ്ങളിലും കിടക്കുക. അപ്പം അങ്ങനെയും കിടക്കേണ്ടി വരും ചിലപ്പോൾ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെയാണ് ചിലപ്പോൾ കുട്ടി അങ്ങനെ തണുത്ത് അങ്ങനെയൊക്കെ കിടക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ കുട്ടിക്ക് കരയാനല്ലാണ്ട് ഒന്നും പറയാനും പറ്റില്ല. അപ്പം അതും ആ അവസ്ഥയും ഒരു നരകാവസ്ഥ തന്നെയാണ്. ഒരു 2-3 വർഷം വരെയൊക്കെ കുട്ടിക്ക് പറയാൻ അറിയാവുന്നത് വരെയൊക്കെ അതിൻ്റെ നരകം. പിന്നെ അത് കഴിയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ബാല്യത്തിൽ നിന്ന് പിന്നെ കൗമാരത്തിലേക്ക് വരും. കൗമാരത്തിലേക്ക് നിന്ന് പിന്നെ യൗവനത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പിന്നെ ആഗ്രഹങ്ങൾ, അതുപോലെ ദേഷ്യം, ആഗ്രഹങ്ങൾ കൂടും, അതുപോലെ ദേഷ്യം കൂടും. ആ ദേഷ്യം വരുമ്പോൾ അതെന്തായി മാറും, സ്വയമേവ നശിപ്പിക്കുന്ന തരത്തിലുള്ള ദേഷ്യമായി മാറാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അധ്യായത്തിൽ മുഴുവനായിട്ടും പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ എങ്ങനെ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാരെ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ കുട്ടികളെ എങ്ങനെ നന്നായിട്ട് വളർത്തണം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ കുട്ടിയെ കുളിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നതിൽ, എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ കുറേ കാലം നമ്മൾ മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് കൊടുക്കുന്നത്, ഇപ്പൊ ഒക്കെ നോക്കൂ, ബേബി ഫുഡ് അങ്ങനെയുള്ള പല സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതൊക്കെ കൃത്രിമമാണ്. അങ്ങനെ കൃത്രിമം അല്ലാത്ത, ആ ചെറിയ കുട്ടിക്കെങ്കിലും നമ്മൾ കൃത്രിമം അല്ലാത്ത ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പണ്ടുള്ള കാലങ്ങളിലൊക്കെ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഈ കോറ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, ആ സാധനമൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും ശുചിത്വമുള്ളതുമായ ആഹാരങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ തിളപ്പിച്ച് നന്നായിട്ടൊക്കെയുള്ള ശുചിയായ വെള്ളം, അങ്ങനെ കുട്ടിയെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ സ്റ്റേജിലും കുട്ടിയെ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടിക്ക് അമ്മ കഴിക്കുന്ന ആഹാരവും ശ്രദ്ധിക്കണം, കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരവും ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇന്നുള്ളവർക്ക് സമയമില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമൊന്നുമില്ല. അതുപോലെ തന്നെ അതിനുള്ള ശ്രദ്ധയില്ല അവർക്ക്. എന്തിപ്പോ, പിന്നെ അങ്ങനെ അതൊക്കെ അങ്ങനെ വരും. അങ്ങനെ ഒരു ചിന്ത, അത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടൊക്കെയാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ശൈശവവും അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യവും അതുപോലെ തന്നെ ശിശുവായിരിക്കുന്ന അവസ്ഥയും രണ്ടും നമുക്ക് നരകതുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഈ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് ബുദ്ധിമുട്ട്, പുറത്തു വന്നാൽ ബുദ്ധിമുട്ട്, കുറേ വർഷം കഴിയുമ്പോൾ ബുദ്ധിമുട്ട്, പിന്നെ ഭൂമിയിൽ ജനിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ സംസാര ദുഃഖം അല്ലേ, അതിനെ നമ്മൾ മറികടക്കണം. പിന്നെ ഓരോ പ്രതിസന്ധികൾ വന്ന് അങ്ങനെ ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്ത് പിന്നെ ഒടുവ് നമ്മൾ മരണത്തെയും തരണം ചെയ്യണം. അപ്പം മരണഭയം വരും, പിന്നെ കുറേ കഴിയുമ്പോൾ മരണഭയം. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾക്ക് ജനന മരണം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖപ്രദമാണ്. ആ ജനന മരണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു വരാം. അപ്പം ഇവിടെ കപിലദേവൻ ദേവാഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും അത് എല്ലാവർക്കും അറിയാൻ വേണ്ടി തന്നെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യണം. ഒന്ന്, രണ്ടാമത് നമ്മൾ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ നല്ല കുട്ടികളെയും നല്ല അടുത്ത തലമുറയെയും ഒക്കെ വാർത്തെടുക്കാമെന്നതാണ് നമ്മൾ ഈ ഭാഗവത്ത് പറയുന്നത്. എല്ലാവരും അതൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കാം.